ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കഴുകി വെച്ചേക്കുന്ന ബീഫിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കാക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത ബീഫ് കുക്കറിലോട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒരു 6-7 വിസിൽ വേവിക്കുക. ഇത്രയും ഐറ്റം കൂടി വേണം കേട്ടോ. എന്നിട്ടൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് നന്നായിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ, പച്ച ഉലുവ, അതേപോലെ തേങ്ങ സ്ലൈസ് ചെയ്തതും സവാളയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ കൂടെ കൊച്ചുള്ളി, 3-4 പച്ചമുളക്, പിന്നെ ടൊമാറ്റോ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടി, എരിക്കനുസരിച്ച് മുളക് പൊടി ഒരു 3-5 ടേബിൾ സ്പൂൺ മതിയാകും. പിന്നെ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് മൂക്കണം. അതിന് ശേഷമാണ് ഈ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിലോട്ട് തട്ടി നന്നായിട്ട് ഇളക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ ദാ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ടിപ്സ് കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനായിട്ട് വേറൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെളിച്ചെണ്ണയിൽ മസാല മൂപ്പിച്ചിട്ട് കൊച്ചുള്ളി കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ആ മിക്സ് നമ്മുടെ ബീഫ് കറിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് തീയിലിട്ട് വേണം ഈ മിക്സ് നന്നായിട്ട് ഇളക്കാൻ. എന്നിട്ട് ഡെക്കറേഷനും മല്ലിയിലയും 2 തണ്ട് കറിവേപ്പിലയിട്ട് സെർവ് ചെയ്യുക.